കാർട്ടോകാർട്ടിലൂടെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹായ് എന്ന ഒരു മെസ്സേജിലൂടെയാണ്. നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് കാർട്ടോകാർട്ടിൻ്റെ വാട്സാപ്പ് നമ്പറായ 80988888 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ മെസ്സേജ് വരുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി അത് ആവശ്യപ്പെടും. നിങ്ങൾ ലാംഗ്വേജ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് നിങ്ങൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അടുത്ത മെസ്സേജിൻ്റെ അവസാനത്തിൽ സെൻഡ് ലൊക്കേഷൻ എന്ന ഒരു ബട്ടൺ കാണാവുന്നതാണ്. സെൻഡ് ലൊക്കേഷൻ എന്ന ബട്ടൺ നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ അടുത്തതായി നിങ്ങളുടെ കറണ്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഓപ്പൺ ആകുന്നതാണ്. അതിൻ്റെ അവസാനത്തിൽ സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. അത് അമർത്തി കഴിഞ്ഞാൽ അടുത്തായി വരുന്ന മെസ്സേജിൻ്റെ താഴെ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്ന ഒരു ബട്ടൺ ഉണ്ടാകും. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്ന ബട്ടൺ നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ അടുത്തതായി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഫിൽ ചെയ്യുന്ന ഒരു ഫോമാണ് വരുന്നത്. ആ ഫോമിൽ ആദ്യമായി നിങ്ങളുടെ പേരും രണ്ടാമതായി നിങ്ങളുടെ അഡ്രസ്സും മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. മറ്റുള്ള ഫീൽഡുകളെല്ലാം ഓട്ടോമാറ്റിക്കായി തന്നെ അത് ടൈപ്പ് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ആ ഓട്ടോമാറ്റിക്കായി ഫിൽ ചെയ്ത ഏതെങ്കിലും ഫീൽഡുകളിൽ എഡിറ്റിംഗ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ അത് എഡിറ്റ് ചെയ്യാം. അതിനുശേഷം താഴെ നിങ്ങൾക്ക് തുടരുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രീൻ കളറിലൊരു ബട്ടൺ കാണാം. അത് അമർത്തി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് അതോടുകൂടി കംപ്ലീറ്റഡ്. ഇനി മുതൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാർട്ടോകാർട്ടിലൂടെ ഓർഡർ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വോയിസിലൂടെയോ അല്ലെങ്കിൽ ടെക്സ്റ്റിലൂടെയോ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കാർട്ടോകാർട്ടിലൂടെ പർച്ചേസ് ചെയ്യാം. ഉദാഹരണത്തിന് തക്കാളി, പൊട്ടാറ്റോ, ഓറഞ്ച്, മുന്തിരി, ചിക്കൻ, ഫിഷ്, പെൻസിൽ, ചൂൽ എന്നീ സാധനങ്ങൾ വോയിസ് ആയിട്ടോ ടെക്സ്റ്റായിട്ടോ അയക്കുക. അത് അയച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത ഷോപ്പുകളിൽ നിന്നുള്ള പ്രൈസ് ലിസ്റ്റ് അതിൻ്റെ ഫോട്ടോയോടുകൂടി നിങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് കാണാം. ക്വാണ്ടിറ്റി പ്ലസ് ബട്ടൺ അമർത്തിക്കൊണ്ട് ആവശ്യമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് തിരഞ്ഞെടുത്തതിന് ശേഷം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാർട്ടിൽ പോയി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ പ്രൈസ് ലിസ്റ്റോട് കൂടിയുള്ള നിങ്ങളുടെ ഐറ്റംസ് നിങ്ങൾക്ക് കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ പ്ലേസ് ഓർഡർ എന്നുള്ള ബട്ടൺ ഉണ്ടാകും. അത് അമർത്തി കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ആവുന്നതാണ്. പ്ലേസ് ഓർഡർ എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞതിന് ശേഷം ഓർഡർ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്രസ് സെലക്ട് ചെയ്യുക എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ അഡ്രസ് കാണാവുന്നതാണ്. വേറെ അഡ്രസ്സിലേക്കാണ് ഡെലിവറി വേണ്ടതെങ്കിൽ ആഡ് അഡ്രസ് എന്ന ബട്ടൺ അമർത്തിക്കൊണ്ട് പുതിയ അഡ്രസ്സും നൽകാവുന്നതാണ്. താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂപ്പൺ കോഡിൻ്റെ ഒരു സ്ക്രീൻ കാണാം. കൂപ്പൺ കോഡ് നിങ്ങളുടെ പക്കൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂപ്പൺ കോഡ് അടിച്ചതിന് ശേഷം സമർപ്പിക്കുക എന്ന ബട്ടൺ അമർത്തുക. കൂപ്പൺ കോഡ് നിങ്ങളുടെ പക്കൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കി തുടരുക എന്ന ബട്ടൺ അമർത്തുക. തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ ബിൽ സമ്മറി കാണാവുന്നതാണ്. നിങ്ങൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളുടെയും വിലയും ക്വാണ്ടിറ്റിയും ഉറപ്പുവരുത്തിയതിന് ശേഷം ഓർഡർ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി കൺഫേം ഓർഡർ എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങളുടെ ഓർഡറുകൾ ഷോപ്പുകളിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? എൻജോയ് ഷോപ്പിംഗ് വിത്ത് കാർട്ടോകാർട്ട്.